ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണയെ കമലേശ്വരത്തെ വീട്ടുജോലിക്കാരിയാക്കി കഷ്ടപ്പെടുത്തുന്നതിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മഹിയെ കുത്തിക്കൊല്ലാൻ നോക്കിയ പ്രതാപനെ കണ്ണൻ ചവിട്ടി വീഴ്ത്തുകയും തുടർന്ന് അയാളെ മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്യുന്നു. കണ്ണൻ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന ആ ഒരു കാഴ്ച പ്രതാപനെയും മുത്തശ്ശിയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളയുന്നുണ്ട്. തുടർന്ന് പ്രതാപനെ കഠാരെടുത്ത് കുത്തിക്കൊല്ലാനായിട്ട് കണ്ണൻ നോക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശിയും മഹിയും മോഹിനിയൊക്കെ തടയുന്നത് കൊണ്ട് തന്നെ കണ്ണൻ അയാളെ വെറുതെ വിടുന്നു. എങ്കിലും അയാൾക്ക് കണക്കിന് കൊടുത്ത് അയാളെ ജീവച്ഛവം പോലെ ആക്കുന്നുണ്ട് കണ്ണൻ. എൻ്റെ അച്ഛനെ താൻ കൊന്നതിനുള്ള ശിക്ഷ തൻ്റെ മകളിലൂടെ തനിക്ക് ഞാൻ തരുന്നത് എന്നും മഹിയെയും ഞങ്ങളുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നോക്കിയതിന് തൻ്റെ മകൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും അന്ന് മഹിക്ക് വിഷം കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ ആ രാത്രി തന്നെ തല്ലിച്ചതച്ചത് മാർക്കോയല്ല ഞാനാണെന്നും കണ്ണൻ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അവിടെ തുറന്നടിക്കുന്നുണ്ട്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് താൻ കാരണം ഇല്ലാതായ എൻ്റെ നട്ടെല്ലുകൾക്ക് ജീവൻ വെച്ചു എന്നും തന്നെയും തൻ്റെ അമ്മയും പോലെ പണത്തിന് ആർത്തിയുള്ള ഒരു മരുമകനെ തന്നെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്, അത് ഈശ്വരൻ്റെ ശിക്ഷയാണെന്നും ഉണ്ണിക്ക് മാസം തോറും കൊടുക്കുന്ന സാലറി കട്ട് ചെയ്താൽ അതിൻ്റെ കാരണക്കാരി കരുണയാണെന്നും ഉണ്ണി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും നോക്കില്ല, പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഉണ്ണി കരുണയെ ഇവിടെ കൊണ്ടുവന്നു വിടും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കലിയണങ്ങാതെ പ്രതാപന് നേരെ കയ്യോങ്ങാനായിട്ട് ഒരുങ്ങുന്നുണ്ട് കേട്ടോ കണ്ണൻ. പ്രതാപന് ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നും അവനിങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും കണ്ണൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഇനി എൻ്റെ മഹിക്കും കുഞ്ഞിനും എതിരായിട്ട് തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നിപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ തന്നെ തൻ്റെ ജീവനെടുക്കും, എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും 10 തലമുറയ്ക്കും കഴിയാനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിക്കും നേരെ വീണ്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തൻ്റെ മനസ്സിൽ ഇത്രയും കാലം അടക്കി വെച്ചിരുന്ന ദേഷ്യം മുഴുവൻ ഈ ഒരൊറ്റ സംഭവത്തോടെ കണ്ണൻ്റെ മനസ്സിൽ നിന്നും അണ പൊട്ടി ഒഴുകുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് എൻ്റെ സ്വന്തം അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടുള്ളത് മഹിയുടെ അമ്മയാണെന്നും ഇനി ഇതിൻ്റെ പേരിൽ മഹിയുടെ അമ്മയുടെ എങ്ങാനും കണ്ണു നിറയാനായിട്ട് ഇടയായാൽ വെച്ചേക്കില്ല എന്നും കണ്ണൻ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഞാൻ നടന്നു തുടങ്ങിയ കാര്യം നിങ്ങളുടെ നാവിൽ നിന്നും കരുണ ഒരിക്കലും അറിയാൻ പാടില്ല എന്നും കണ്ണൻ താക്കീത് പോലെ പറയുന്നുണ്ട്. ശേഷം ഇനി കണ്ണേട്ടൻ നടന്നു തുടങ്ങിയ കാര്യം അവരെല്ലാവരോടും പറയാൻ സാധ്യതയുണ്ട്. കണ്ണേട്ടൻ്റെ അടിയേക്കാൾ അവരെ തകർത്ത് കളഞ്ഞത് കണ്ണേട്ടന് നടക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് എന്നെല്ലാം മഹി പറയുമ്പോൾ ഇനി എല്ലാവരും അറിയുകയാണെങ്കിൽ അങ്ങ് അറിയട്ടെ മഹി എന്ന് പറയുന്നുണ്ട് കണ്ണൻ. ഞാൻ വീൽ ചെയറിലിരിക്കുന്ന ഒരാളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കരുണയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞ ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ മാർക്കോയോട് പറയുന്നുണ്ട് പ്രതാപനാണ് കണ്ണൻ മോൻ്റെ അച്ഛനെ കൊന്നതെന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കണ്ണൻ മോന് നന്നായിട്ട് നടക്കാമെന്ന് അവരും മനസ്സിലാക്കി. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ണീര് കുടിപ്പിക്കാൻ നോക്കിയവർക്കൊക്കെ തിരിച്ചടികളുടെ കാലം തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം പ്രതാപന് മുത്തശ്ശിയാണെങ്കിൽ കരുണമോൾ ഇത് തൽക്കാലം അറിയണ്ട എന്നെല്ലാം പറയുന്നു. അവൻ എന്നെ ഇരട്ടടി അടിച്ചിട്ടിപ്പോൾ മാസം 3 കഴിഞ്ഞില്ലേ അമ്മേ, അപ്പോൾ അവന് അന്ന് തന്നെ നടന്നു തുടങ്ങി കാണും ഇനി എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ഇനിയിപ്പോൾ മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണൻ തന്നെയാണെന്ന് ഉറപ്പിക്കാമെന്ന് മുത്തശ്ശിയും പറയുന്നു. ചിലപ്പോൾ തളർച്ചയൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ മൂന്നാർ യാത്ര പോയിട്ടുണ്ടാവുക. മേഘനും കണ്ണൻ നടക്കുന്ന കാര്യം കണ്ടു എന്ന് പറഞ്ഞില്ലേ, പക്ഷെ അവൻ മദ്യത്തിൻ്റെ ലഹരിയിലായതുകൊണ്ട് നമ്മളതൊന്നും അന്ന് വിശ്വസിച്ചില്ല എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവർക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ അമ്മയുടെ പിറന്നാളിന് പോകാനായിട്ട് തയ്യാറാവുന്നു. നിന്നെ അംഗീകരിക്കാത്ത അമ്മയുടെ പിറന്നാളിന് നീ എന്തിനാ പോകുന്നതെന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും എന്നെ പ്രസവിച്ച അമ്മയല്ലേ, അപ്പോൾ അമ്മയുടെ പിറന്നാളിന് കേക്ക് മുറിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. നിൻ്റെ ഈ മാറ്റത്തിന് പിന്നിൽ തക്കതായിട്ടുള്ള കാരണമുണ്ട് കരുണയെന്ന് ഉണ്ണി വീണ്ടും പറയുമ്പോൾ എന്നും ഒരുപോലെ ആകാൻ ആർക്കും കഴിയില്ലല്ലോ, ഇതെൻ്റെ 2ാം ജന്മമാണെന്ന് കരുതിയാൽ മതി, പഴയ കരുണയെ ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നും കരുണ പറയുന്നുണ്ട്. പിന്നീട് മഹിയും കണ്ണനും ആണെങ്കിൽ അമ്മയുടെ പിറന്നാളിന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇത് സമയം കരുണയും അവിടേക്ക് റെഡിയായിട്ട് വരുന്നുണ്ട്. മഹാലക്ഷ്മി പറഞ്ഞതെല്ലാം അനുസരിച്ച് അതിനൊന്നും എതിർത്ത് ഒരക്ഷരം പോലും പറയാതെ മഹിയുടെയും കണ്ണൻ്റെയും പിറകെ ഒരു ദാസിയെ പോലെ പോകുന്ന കരുണയെ കണ്ട് അമ്പരന്ന് പോവുകയാണ് ദുർഗ. ശേഷം ഇനി ഇത് അവരുടെ കരുണമോളുടെയും അച്ഛൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ എന്തെങ്കിലും പദ്ധതിയാണോ,
വിശ്വസിച്ച് നിന്നിട്ട് മഹാലക്ഷ്മിയെ താഴെ വീഴ്ത്താനാണോ അവരുടെ പ്ലാൻ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വീഴാൻ പോകുന്നത് അവർ തന്നെയായിരിക്കും, ഇത് വേറെന്തെങ്കിലും എന്തോ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. അങ്ങനെ കണ്ണനും മഹിയും കരുണയും ഒരുമിച്ച് തറവാട്ടിലെത്തുന്നു. ഇപ്പോൾ കണ്ണനെ കാണുമ്പോൾ പഴയതുപോലെയല്ല, എല്ലാം തികഞ്ഞ ഒരാളാണ്. അതിൻ്റെ ഒരു അസൂയയും നിരാശയൊക്കെ മുത്തശ്ശിയുടെ മുഖത്തുണ്ട്. തുടർന്ന് കണ്ണനാണെങ്കിലും മഹിയോട് താൻ അത് ഇങ്ങ് എടുക്കുക എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിക്കുമ്പോൾ മഹി പിറന്നാൾ കേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്ന് എഴുതിയിരിക്കുന്ന ഒരു കേക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ കണ്ണൻ്റെയും മഹിയുടെയും മോഹിനിയുടെയൊക്കെ ആ സന്തോഷം കണ്ട് മുത്തശ്ശിക്കും പ്രതാപനും കരുണയ്ക്കാണെങ്കിൽ അസൂയ കണ്ണ് തള്ളി പോവാണ്. കാരണം അവർക്കിപ്പോൾ ഒന്നും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. കണ്ണനാണെങ്കിൽ ഇപ്പം എല്ലാം തികഞ്ഞൊരു ഭർത്താവാണ് മഹിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം അവരെ കുറച്ചൊന്നുമല്ല അസൂയപ്പെടുത്തുന്നത്. തുടർന്ന് മോഹിനിയും മഹിയും കരുണയും ചേർന്നിട്ട് ആ പിറന്നാൾ കേക്ക് കട്ട് ചെയ്യുന്നു. കണ്ണനാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നെല്ലാം പാടുന്നുണ്ട്. നടക്കാൻ കഴിയുന്നവൻ്റെ നാടകം കണ്ടില്ലേ അമ്മ എന്ന് പ്രതാപം പറയുമ്പോൾ കരുണമോളെ എങ്ങാനും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ പ്രതാപ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. തുടർന്ന് മോഹിനിയാണെങ്കിൽ ആദ്യം മഹിക്ക് കേക്കിൻ്റെ ഒരു പീസ് കൊടുക്കുന്നു. മഹിയും ഒരു പീസ് കേക്ക് എടുത്ത് മോഹിനിക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് കരുണയ്ക്കും കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മോഹി. ശേഷം കണ്ണനാണെങ്കിലും ഒരു കഷ്ണം കേക്ക് എടുത്ത് മോഹിനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ അസൂയയോടെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് അമ്മയുടെ പിറന്നാൾ ദിവസം എന്തൊക്കെയോ മലമറിക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ അച്ഛൻ പോകുന്നത്. ഇപ്പോൾ എന്താ അച്ഛനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ, അച്ഛൻ്റെ വീഡിയോ ഒക്കെ കേട്ടടങ്ങിയോ എന്നെല്ലാം കരുണ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം അവിടെ നടന്ന കാര്യങ്ങളൊന്നും കരുണ അറിഞ്ഞിട്ടില്ല. അത് പിന്നെ മോൾക്ക് ഭീഷണിയായിട്ട് അവൾ ഉണ്ടാകില്ലെന്ന് അച്ഛൻ വാക്ക് തന്നതല്ലേ. പക്ഷെ അതിന് പറ്റിയ ഒരു അവസരം അച്ഛൻ കാത്തിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ തൽക്കാലത്തേക്ക് കരുണയെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നു. ലക്ഷ്മിക്ക് ഇപ്പോൾ എല്ലാം ഉണ്ട്. ഭർത്താവിന് നടക്കാൻ കഴിയില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ അവൾക്കുള്ളൂ. അയാൾക്ക് നടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ മുന്നിലൂടെ അയാളെ നടത്തിക്കൊണ്ട് വന്നേനെ എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ശരിക്കും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം കരുണയുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം എന്ന് തന്നെ കണ്ണൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നു. എന്നിട്ട് എല്ലാം തികഞ്ഞ ഒരു ഭർത്താവിനെ തന്നെയാണ് എൻ്റെ മഹിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന ഒരവസ്ഥയിലായി പോകുന്നുണ്ട് കേട്ടോ കരുണ. അപ്പം നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്